പ്ലസ് ടു എല്ലാ കുട്ടികൾക്കും നമസ്കാരം. രാഹുൽ സാറാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ കുറേ ടോപ്പിക്കിലൊക്കെ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആ ടോപ്പിക്കിന് ഒരു മാർക്കിന് നമുക്ക് ചോദിക്കാറുണ്ട്. എന്നാൽ ഒരു മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള 15 ടോപ്പിക്സ് അതാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ കൊണ്ടുവന്നേക്കുന്നത്. ഇനിയിപ്പം അതിൻ്റെ ഒരു കുറവും കൂടെ നിങ്ങൾക്ക് വേണ്ട. 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു മാർക്കിന് സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന 15 ക്വസ്റ്റ്യൻസാണ്. നമുക്ക് ആ ഓരോ ക്വസ്റ്റ്യനും നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സീറോ ഓർഡർ ആൻഡ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ആണ്. അത് ഒരു മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. എന്താണ് സീറോ ഓർഡർ? സീറോ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്റ്റിൻ്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത, അതായത് റിയാക്റ്റിൻ്റെ റേറ്റ് നമ്മൾ റേറ്റ് ലോയിൽ വരുന്നില്ല, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ്റെ വേഗതയെ അവിടുത്തെ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് സീറോ ഓർഡർ. അതിന് എക്സാമ്പിൾ മറ്റേ പ്ലാറ്റിനൈസിനകത്ത് നമ്മുടെ അമോണിയയുടെ ഡീകമ്പോസിഷൻ. അപ്പം അത് എക്സാമ്പിൾ കൂടെ ചേർത്ത് എഴുതണമെങ്കിൽ അവർ ഒരു മാർക്ക് തരത്തുള്ളൂ. സ്യൂഡോ ഫസ്റ്റ് അറിയാലോ. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ഹയർ ഓർഡറാണ്, പക്ഷേ ബിഹേവ് ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിട്ടാണ്. അത് എസ്റ്ററിഫിക്കേഷൻ എഴുതിയാൽ മതി. എക്സാമ്പിളാണ്. രണ്ടാമത്തത് ഹാഫ് ലൈഫ് ആൻഡ് യൂണിറ്റ് ഓഫ് കെ. അത് ഒരു സീറോ ഓർഡറിൻ്റെയോ ഫസ്റ്റ് ഓർഡറിൻ്റെ എങ്ങനെ ഹാഫ് ലൈഫ് എഴുതാൻ പറയും. എന്താണ് ഹാഫ് ലൈഫ് എന്ന് ചോദിക്കാം. ഹാഫ് ലൈഫ് റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ പകുതിയാകാൻ എടുക്കുന്ന ടൈം. സീറോ ഓർഡർ റിയാക്ഷൻ്റെയോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെയോ ഹാഫ് ലൈഫ് മെൻഷൻ ചെയ്യാൻ പറയും. അതും ഒരു മാർക്കിന് ചോദിക്കുന്നതാണ്. യൂണിറ്റ് ഓഫ് കെ. യൂണിറ്റ് ഓഫ് കെ എന്ന് പറയുമ്പോൾ ഒരുപാട് എണ്ണത്തിന് യൂണിറ്റ്. ചിലപ്പം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് യൂണിറ്റ് ആവാം, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ്റെ ആകാം, അല്ലെങ്കിൽ സീറോ ഓർഡറിൻ്റെ ആകാം. അത് പഠിച്ചു വെച്ചേക്കാം അല്ലേ. ഫസ്റ്റ് ഓർഡർ ആകുമ്പോൾ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അപ്പം സീറോ ഓർഡർ ആകുമ്പോഴത്തേക്ക് എന്താണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ എന്നാൽ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കാം. പിന്നെ മോൾ ഫ്രാക്ഷൻ, എബിലിയോസ്കോപ്പിക്ക്, ക്രയോസ്കോപ്പിക്ക്, മൊളാലിറ്റി ഡെഫിനിഷൻ ചോദിക്കും. എന്താണ് മോൾ ഫ്രാക്ഷൻ? അറിയാലോ, നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പൗണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. സൊല്യൂട്ടിൻ്റെയും സോൾവെൻ്റെയും കൂടെ മോൾ ഫ്രാക്ഷൻ കൂട്ടുമ്പോൾ 1 കിട്ടും. എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് അത് നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനകത്ത് പഠിച്ചാണ് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് അല്ലേ. ഡെൽറ്റ ടി എഫ് ഇസിക്കൽ ടു കെ എഫ് ഇൻറ്റു എം, ഡെൽറ്റ ടി ബി ഇസിക്കൽ ടു കെ ബി ഇൻറ്റു എം. ഈ കെ ബിയെ വിളിക്കുന്ന പേരാണ് എബിലിയോസ്കോപ്പിക്. എന്തോ കെ ബി എന്ന് പറഞ്ഞാൽ? കെ ബി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് ഈസ് ദി എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ് വെൻ മൊളാലിറ്റി ഈക്വൽ ടു 1. മൊളാലിറ്റി 1 ആകുമ്പോഴുള്ള എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റിനെ വിളിക്കുന്ന പേരാണ് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ്. എന്തോ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ്? മൊളാലിറ്റി 1 ആകുമ്പോഴുള്ള ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ്. അപ്പം എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റും ക്രയോസ്കോപ്പിക്. പിന്നെ മൊളാലിറ്റി അറിയില്ല. മൊളാലിറ്റി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ. മൊളാലിറ്റി ആകുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. പിന്നെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ട് അറിയാലോ. കോൺസെൻട്രേഷൻ സീറോയോട് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി മാക്സിമം ആയിരിക്കും. ആ മോളാർ കണ്ടക്ടിവിറ്റി വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓർ കൊളറാഷസ് ലോ. ഇതിൽ ഏതെങ്കിലും കൊളറാഷസിലായി ഒരു മാർക്ക്. എന്തോ കൊളറാഷസ് ലോ? കൊളറാഷസ് ലോ പറയുന്നത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് സം ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഡിവിജ്വൽ അയോൺസ്. അതായത് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ ബി എന്ന് പറയുന്നത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ അതിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി λ0 m ഓഫ് എ പ്ലസ് എന്ന് പറയുന്ന അയോണിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റിയും λ0 m ഓഫ് ബി മൈനസ് എന്ന് പറയുന്ന ആളുടെ മോളാർ കണ്ടക്ടിവിറ്റിയോട് കൂട്ടുന്നതായിരിക്കും. അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ ഇക്വേഷനും കൂടെ എഴുതാനെങ്കിൽ മാർക്ക് എടുത്തോളൂ കേട്ടോ. പിന്നെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മോളാർ കണ്ടക്റ്റൻസ് അറിയാമല്ലോ. ലാംഡ എം ഇസ് ഈക്വൽ ടു കെ ബൈ സി. കണ്ടക്റ്റൻസ് ബൈ കോൺസെൻട്രേഷനെ വിളിക്കുന്ന പേരാണ് മോളാർ കണ്ടക്റ്റൻസ്. യൂണിറ്റ് സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോൾ. ഇത് ചിലപ്പം ഇങ്ങനെയും ചോദിക്കാം. മോളാർ കണ്ടക്റ്റൻസും കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ എഴുതാനെന്നും പറഞ്ഞ് ഒരു മാർക്കിന് ചോദിക്കും. മോളാർ കണ്ടക്റ്റൻസും ഡയറക്റ്റായിട്ട് ചോദിക്കാതെ മോളാർ കണ്ടക്റ്റൻസും കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നും പറഞ്ഞ് ചോദിക്കാം. അപ്പോഴും എന്ത് എഴുതണം? ലാംഡ എം ഇസ് ഈക്വൽ ടു കെ ബൈ സി. യൂണിറ്റ് സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോൾ. അടുത്തത് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ്. ലാന്തനൈറ്റ്സിൻ്റെയും ആക്ടിനൈറ്റ്സിൻ്റെയും കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ലാന്തനൈറ്റ്സിൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3, ആക്ടിനൈറ്റ്സിൻ്റെതും +3. ഇനി ഡി ബ്ലോക്കിൻ്റെ കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. അതും കൂടെ പഠിച്ചു വെച്ചേക്കുക. ദെൻ അതിനുശേഷം മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് ലാന്തനൈറ്റ് സ്ഥിരം ചോദിക്കുന്നതാണ്. പാരാമാഗ്നറ്റിക് ബിഹേവിയർ കണ്ടുപിടിക്കുക, ഡയാമാഗ്നറ്റിക് ആണോ നോക്കുക, ഏത് മാഗ്നറ്റിക് ഒരു മാർക്കിൽ സ്ഥിരം ചോദിക്കുന്നത്. നമ്മളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലാന്തനൈറ്റ്സിൻ്റെ മാഗ്നറ്റിക് ബിഹേവിയർ ലാന്തനൈറ്റ്സ് അല്ല, മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് 2 ടൈപ്പ് മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കും. പാരാമാഗ്നറ്റിക്കും ഡയാമാഗ്നറ്റിക്കും. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ ഡി എഴുതുക, അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടോ നോക്കുക. പാരാമാഗ്നറ്റിക് ആണ്, എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെന്നാൽ √n × n+2 കൊടുത്ത് മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കും.
ദെൻ ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ ഡി നോക്കുക, എല്ലാവരും പെയറായിട്ട് നിൽക്കുകയാണെങ്കിൽ ഡയാമാഗ്നറ്റിക് ആണ്, അവിടെ മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആയിരിക്കും. കുറേ ആൾക്കാരെ തന്നിട്ട് ചിലപ്പോൾ ഒരു ഇക്വേഷൻ ഒരു ഇപ്പം AL3 അപ്പം SC3+, പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ നോക്കും. നമ്മൾ ഓൾറെഡി ചെയ്തതാണ് ഡി ആൻഡ് എഫിൻ്റെ കേസിൽ. പിന്നെ ചീലേറ്റിംഗ് ഓർ ആംബിഡൻ സ്ഥിരം ചോദിക്കുന്നതാണ്. ചീലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ മെറ്റലിന് ചുറ്റും സൈക്കിൾ സ്ട്രക്ചർ ഫോം ചെയ്യുന്ന ലിഗാൻസിനെ വിളിക്കുന്ന പേരാണ് ചീലേറ്റിംഗ് ലിഗാൻഡ്. എക്സാമ്പിൾ EN, ദെൻ EDTA, OX, ഇതെല്ലാം ചീലേറ്റിംഗ് ആണ്. ദെൻ ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അവർ ബൈഡെൻറ്റേറ്റ് ലിഗാൻഡിന് എക്സാമ്പിളാണ്, പക്ഷേ അവർ ബൈഡെൻറ്റേറ്റ് ലിഗാൻഡ് അല്ല. കാരണം 2 ഡോണർ ആറ്റംസ് ഉണ്ടെങ്കിൽ ഒരു സമയം ഒരാൾക്ക് മാത്രമേ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ഓൾറെഡി പറഞ്ഞതാണ്. എക്സാമ്പിൾ വരുന്നത് നമ്മുടെ NO2SCl. പിന്നെ സ്പെക്ട്രോകെമിക്കൽ സീരീസ്. സ്പെക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ ലിഗാൻസിനെ അറേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്പെക്ട്രോകെമിക്കൽ സീരീസ്. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിലെ ടെട്രാഹീഡ്രൽ ഒക്ടാഹീഡ്രൽ സ്പ്ലിറ്റില്ലേ, ആ സ്പ്ലിറ്റിങ്ങിൻ്റെ ടെൻഡൻസിയുടെ ഇൻക്രീസിങ് ഓർഡർ അങ്ങോട്ട് പോകുന്നതോറും ആ സ്പ്ലിറ്റ് ചെയ്യാനുള്ള കഴിവ് കൂടിക്കൂടി വരും. അതാണ് സ്പെക്ട്രോകെമിക്കൽ സീരീസ്. ഒരു മാർക്കിന് ചോദിക്കുന്നതാണ്. പിന്നെ ഫ്രിയോൺസ് ആൻഡ് പ്രിപ്പറേഷൻ. ക്ലോറോ ഫ്ലൂറോ കാർബൺസിനെ വിളിക്കുന്ന പേരാണ് ഫ്രിയോൺസ്. അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ, ഒറ്റയ്ക്കൊരു പ്രിപ്പറേഷൻ പഠിച്ചു വെച്ചേക്കാം. പിന്നെ അരയിൽ ഹാലൈഡ്സ് ആർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അരയിൽ ഹാലൈഡ്സ് എന്തുകൊണ്ട് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ലെസ് റിയാക്റ്റീവായി? കാരണം ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരുന്നുണ്ട്, അതുകൊണ്ട് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പോയാലും അവിടെ കിട്ടുന്ന ഫീനോക്സൈഡ് അയോൺ അൺസ്റ്റേബിൾ ആണ്. 2 ഓൾറെഡി റീസൺ പറഞ്ഞതാണ്. പിന്നെ ആൽക്കഹോൾ സോളുബിൾ ഇൻ വാട്ടർ. ആൽക്കഹോൾസ് വെള്ളത്തിൽ സോളുബിൾ ആണെന്ന് പറഞ്ഞ് ഒരുപാട് വട്ടം ഇങ്ങനെ റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ട്. കാരണം ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. കാരണം വെള്ളവും ആൽക്കഹോളും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യും. പിന്നെ ഫീനോൾസ് ആർ അസിഡിക് എന്ന് പറഞ്ഞ് 2 ഫീനോൾസ് അസിഡിക് ആണെന്ന് ചോദിച്ചു. അസിഡിക് ആണ് കാരണം ഫീനോക്സൈഡ് അയോൺ C6H5O- ഇത് സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ ഡ്യൂ ടു റെഫറൻസ്. C6H5O- നമ്മൾ നേരത്തെ പറഞ്ഞത് ഇവിടെ നമ്മൾ പറഞ്ഞ അയോൺ എന്ന് പറയുന്നത് C6H5+ ആണ്. ഈ അയോണാണ്, ഇത് അൺസ്റ്റേബിൾ ആണ്. ഇവിടെ പറഞ്ഞത് C6H5O- ആണ്, അത് സ്റ്റേബിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് സ്റ്റേബിൾ ഡ്യൂ ടു റെഫറൻസ്. അതുകൊണ്ട് ഫീനോൾ അസിഡിക് ആണ്. കാരണം ഫീനോളിൽ നിന്ന് എച്ച് പോയി കഴിഞ്ഞാൽ ഓയ്ക്ക് മൈനസ് ചാർജ് വരും. ഫീനോൾ എന്ന് പറഞ്ഞാൽ C6H5OH ആണ് ഫീനോൾ. H+ ആയിട്ട് പുറത്ത് പോകുന്നതിനാണ് ആസിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓയ്ക്ക് മൈനസ് ചാർജ് വരും. ആ മൈനസ് ചാർജിനെ ബെൻസീൻ റിങ്ങിന് റെസൊണൻസ് വഴി സ്റ്റേബിൾ ആക്കാൻ പറ്റും. അതുകൊണ്ട് അസിഡിക്കാണ്. പിന്നെ എസ്റ്ററിഫിക്കേഷൻ ആസിഡും ആൽക്കഹോളും കൂടെ കമ്പൈൻ ചെയ്ത് എസ്റ്റർ കിട്ടുന്നതാണ് എസ്റ്ററിഫിക്കേഷൻ. ഒരു മാർക്കിന് സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നെ ആനോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബണിൽ മാത്രം ഡിഫറൻറ്റ് വരുന്ന ഐസോമറുകളെ വിളിക്കുന്ന പേരാണ് ആനോമർ. നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ആൽഫ ഫോമും ബീറ്റ ഫോമും ഇല്ലേ, അത് ആനോമറാണ്. കാരണം ഫസ്റ്റ് കാർബണിലാണ് അവർക്ക് ഡിഫറൻസ് വരുന്നത്. OHൻ്റെ Hൻ്റെയും പൊസിഷൻ മാറും. ഒരാൾക്ക് OH മുകളിലും H താഴെയും, ഒരാൾക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ്, ഒരാൾക്ക് OH ലെഫ്റ്റ് സൈഡും H റൈറ്റ് സൈഡും, അത് ബീറ്റ. ഒരാൾക്ക് OH റൈറ്റ് സൈഡും H ലെഫ്റ്റ് സൈഡും, അത് ആൽഫ. അപ്പം ഒരു കാർബണിൽ മാത്രം ഡിഫറൻസ് വരുന്ന ഐസോമറുകളെ വിളിക്കുന്ന പേരാണ് ആനോമർ. ബെസ്റ്റ് എക്സാമ്പിൾ ആൽഫ ആൻഡ് ബീറ്റ ഫോം ഓഫ് ഗ്ലൂക്കോസ്. അടുത്തത് ഹാലോഫോം റിയാക്ഷൻ. എന്താണ് ഹാലോഫോം റിയാക്ഷൻ എന്നറിയാമോ? അതായത് CH3COയും CH3CHOH ഇവർ 2 പേരും, ഈ 2 ആൾക്കാർ, ഇതിൻ്റെ ഇങ്ങോട്ട് ആളുണ്ടേ, അതാരാണെന്ന് പറയണ്ട. ഈ 2 ആൾക്കാർ അങ്ങോട്ട് ആരോ ആയിക്കോട്ടെ, ഇവർക്ക് 2 പേർക്കും ആരുമായിട്ട് NaOX സോഡിയം ഹൈപ്പോ ഹാലൈറ്റ്. ഈ X എന്ത് വേണമെങ്കിലും ആവാം. ക്ലോറിൻ ആകാം, ബ്രോമിൻ ആകാം, അയഡിൻ ആകാം. ഈ X ഇതിനെ വിളിക്കുന്ന പേര് സോഡിയം ഹൈപ്പോ ഹാലൈറ്റ്. അപ്പം CH3COയോ CH3CHOHO സോഡിയം ഹൈപ്പോ ഹാലൈറ്റ്. ക്ലോറിൻ ആണെങ്കിൽ സോഡിയം ഹൈപ്പോ ക്ലോറൈറ്റ്, ബ്രോമിൻ ആണെങ്കിൽ സോഡിയം ഹൈപ്പോ ബ്രോമൈറ്റ്, അയഡിൻ ആണെങ്കിൽ സോഡിയം ഹൈപ്പോ അയഡൈറ്റ്. റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CHX3 ഹാലോഫോം കിട്ടും. അതായത് ക്ലോറിൻ ആണ് എടുക്കുന്നതെങ്കിൽ ക്ലോറോഫോം, അയഡിൻ ആണ് എടുക്കുന്നതെങ്കിൽ അയഡോഫോം, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോഫോം. സോ ഇത് കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് ഹാലോഫോം. ഇതാണ് കിട്ടുന്നത്. ഈ ഹാലജൻ ഏതാണ് അതിനനുസരിച്ച് പേര് മാറും. ക്ലോറിൻ ആണെങ്കിൽ CHCl3 ക്ലോറോഫോം, അയഡിൻ ആണെങ്കിൽ CHI3 അയഡോഫോം. ഇത്രയേ ഉള്ളൂ ഹാലോഫോം റിയാക്ഷൻ. ഒരു മാർക്കിന് ചോദിക്കുന്നതാണ്. CH3CO ഓർ CH3CHOH ഗ്രൂപ്പ് റിയാക്ട് വിത്ത് സോഡിയം ഹൈപ്പോ ഹാലൈറ്റ് ഗീവ്സ് ഹാലോഫോം. ഇത്രയേ ഉള്ളൂ ഹാലോഫോം റിയാക്ഷൻ.
ഇത് ഇത്രയുമാണ് ഈ 15 ക്വസ്റ്റ്യനാണ് ഒരു മാർക്കിന് നമുക്ക് സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ആനോമർ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലൂക്കോസിൻ്റെ ആൽഫ ഫോമിലും ബീറ്റ ഫോമിലും ഒരു കാർബണിൽ മാത്രമേ രണ്ടും ഗ്ലൂക്കോസിൻ്റെ തന്നെയാണ്. അപ്പോൾ രണ്ടും ഐസോമറാണ്. അവിടെ ഒരു കാർബണിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവരെ ആനോമർ എന്ന് എടുത്ത് വിളിക്കുന്നത്. പിന്നെ എസ്റ്ററിഫിക്കേഷൻ, ആസിഡും ആൽക്കഹോളും കൂടെ കമ്പൈൻ ചെയ്ത് എസ്റ്റർ കിട്ടും അല്ലേ, അറിയാമല്ലോ. CH3COOH ഇതാണ് ആസിഡ്. ദെൻ CH3 R എന്ന് കൊടുക്കുകയാണെ, R ഏത് വേണമെങ്കിലും ആവാമല്ലോ. ROH ഇതാണ് ആൽക്കഹോൾ. ആസിഡും ആൽക്കഹോളും കമ്പൈൻ ചെയ്യുന്നത് ഇവിടുത്തെ OHും ഇവിടുത്തെ Hും കൂടെ കമ്പൈൻ ചെയ്ത് ആര് പുറത്തു പോകും, വാട്ടർ. OHും Hും പിന്നെ എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ RCO, പിന്നെ ഇവിടെ OR. ഇതിനെ വിളിക്കുന്ന പേരാണ് എസ്റ്റർ. ആസിഡും ആൽക്കഹോളും കൂടെ കമ്പൈൻ ചെയ്ത് വാട്ടറിനെ എലിമിനേറ്റ് ചെയ്ത് എസ്റ്ററിനെ കിട്ടുന്ന പ്രോസസ്സാണ് എസ്റ്ററിഫിക്കേഷൻ. അപ്പോൾ ഇത്രയുമാണ് ഒരു മാർക്കിൻ്റെ 15 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഒന്നും കൂടെ പറയാം. ഒന്ന്, സീറോ ഓർഡർ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എക്സാമ്പിൾ എഴുതണം. ഹാഫ് ലൈഫ് യൂണിറ്റ് ഓഫ് കെ പഠിച്ചു വെച്ചേക്കണം. ഫസ്റ്റിൻ്റെയും പഠിക്കണം, സെക്കൻഡിൻ്റെയും പഠിക്കണം, സീറോയുടെയും പഠിക്കണം, രണ്ടും. മോൾ ഫ്രാക്ഷൻ എബിലിയോസ്കോപ്പിക്ക് ക്രയോസ്കോപ്പിക്ക് മൊളാലിറ്റി ഡെഫിനിഷൻ. ഇതിന് എബിലിയോസ്കോപ്പിക്കും ക്രയോസ്കോപ്പിക്കും ഒന്ന് ശ്രദ്ധിച്ചോളാം. മൊളാലിറ്റി 1 ആകുമ്പോഴുള്ള എലിവേഷൻ ബോയിലിംഗ് പോയിൻ്റ് ആണ് എബിലിയോസ്കോപ്പിക്ക്. മൊളാലിറ്റി 1 ആകുമ്പോഴുള്ള ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻ്റ് ആണ് ക്രയോസ്കോപ്പിക്ക്. പിന്നെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കൊളറാഷ്യസ് ലോ. കൊളറാഷ്യസിലാണ് ഇക്വേഷനും എഴുതണം, ഡെഫിനിഷൻ ഇക്വേഷനും. മോളാർ കണ്ടക്റ്റൻസ് 2 രീതിയിൽ ചോദിക്കാം. എന്താണ് മോളാർ കണ്ടക്റ്റൻസ് എന്ന് ചോദിക്കാം. മോളാർ കണ്ടക്റ്റൻസ് റിലേഷൻ വിത്ത് കണ്ടക്ടിവിറ്റി ചോദിക്കാം. രണ്ടായാലും ഇക്വേഷൻ തന്നെ. പിന്നെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഡി ബ്ലോക്ക് ലാന്ത്രൈഡ് ആക്ടിനൈഡ്. ലാന്ത്രൈഡ് ആക്ടിനൈഡ് +3, ഡി ബ്ലോക്ക് +2. മാഗ്നറ്റിക് ബിഹേവിയർ അറിയാമല്ലോ. ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ആണ് പാരാമാഗ്നറ്റിക്കും ഡയാമാഗ്നറ്റിക്കും. ഇങ്ങനെ ആൾക്കാരെ തന്നിട്ടായിരിക്കും ചോദിക്കുന്നത്. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. പിന്നെ ചീലേറ്റിംഗ് ആംബിഡൻറ്റ് അറിയാലോ. ചീലേറ്റിംഗ് എന്ന് പറയുമ്പോൾ സൈക്കിൾ സ്ട്രക്ചർ. ആംബിഡൻറ്റ് എന്ന് പറയുമ്പോൾ 2 ഡോണർ ആറ്റംസ് ഉണ്ട്, പക്ഷേ ഒരു സമയം ഒരാൾക്ക് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും വിത്ത് എക്സാമ്പിൾ. പിന്നെ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് അറിയാലോ. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിൽ ഇൻക്രീസിംഗ് ഓർഡറിൽ ലിഗാൻസിനെ അറേഞ്ച് ചെയ്യുന്നു. ദെൻ ഫ്രീയോൺസ്, ക്ലോറോ ഫ്ലോറോ കാർബൺസ് ആണ് ഫ്രീയോൺസ്, അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ. പിന്നെ അരയിൽ ഹാലൈഡ്സ് ലെസ് റിയാക്റ്റീവ് ആവാൻ കാരണം പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഡ്യൂ ടു റെസൊണൻസ്. പിന്നെ നമ്മുടെ ഹാലജൻ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ആള് അൺസ്റ്റേബിളാണ്. പിന്നെ ആൽക്കഹോൾസ് സോളബിൾ ഇൻ വാട്ടർ ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്. ഫീനോൾസ് ആർ അസിഡിക് കാരണം ഫീനോക്സൈഡ് അയോൺ റെസൊണൻസ് വഴി സ്റ്റേബിളാണ്. എസ്റ്ററിഫിക്കേഷൻ, ആസിഡും ആൽക്കഹോളും കൂടെ കമ്പൈൻ ചെയ്ത് എസ്റ്റർ കിട്ടും. ആനോമർ, ഗ്ലൂക്കോസിൻ്റെ ഒരു കാർബണിൽ ഡിഫറൻസ് വരുന്ന ഐസോമറുകളെ വിളിക്കുന്ന പേരാണ് ആനോമർ. എക്സാമ്പിൾ ഗ്ലൂക്കോസിൻ്റെ ആൽഫ ഫോമും ബീറ്റ ഫോം. ദെൻ ഹാലോഫോം റിയാക്ഷൻ, CH3CO CH3CHOH ഗ്രൂപ്പ് റിയാക്ട് വിത്ത് സോഡിയം ഹൈപ്പോ ഹാലൈറ്റ് ടു ഫോം ഹാലോഫോം. മതി. ഒരു മാർക്കിൻ്റെ 15 ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോകും. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.